നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീച്ചാർഡ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളം ഭാഗത്തു നിന്നുള്ള തെറ്റും ശരിയും എന്ന ഭാഗം അഥവാ നമ്മുടെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഓരോ മാർക്ക് നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഉള്ള പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് തരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ അങ്ങിനെ എന്നാണ്. നമ്മൾ അങ്ങിനെയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും, നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങിനെ എന്നുള്ള വാക്ക് ശരിയല്ല, അങ്ങനെ എന്നാണ് ശരി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. ചിലപ്പോൾ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ എന്നത് തെറ്റാണ്. അപ്പോൾ തെറ്റ് ആദ്യം പറയാം, ശരി രണ്ടാമത് പറയാം. അങ്ങനെ എന്നുള്ളതാണ് ശരി. അങ്ങിനെ എന്നുള്ളത് തെറ്റാണ്, അങ്ങനെ എന്നാണ് ശരി. അടിമത്വം തെറ്റാണ്. അടിമത്വം എന്നുള്ളത് തെറ്റാണ്. അടിമത്തമാണ്. രണ്ട് ഉറപ്പിച്ച തായാണ് അവിടെ ആവശ്യം. അടിമത്തം ആണ് ശരി. അതാത് എന്ന് പറയുന്നത് തെറ്റാണ്. അതത് എന്നാണ്. അതാത് എന്ന് പറയേണ്ട കാര്യമില്ല, അതത് എന്നതാണ് ശരി. ദെൻ അധപതനം എന്നത് തെറ്റാണ്. അധംപതനം എന്നാണ്. നാ മറിച്ചിട്ട ധായാണ് അവിടെ ഉപയോഗിക്കുക. അധംപതനം എന്നാണ് പറയുക. അധപതനം എന്നത് തെറ്റാണ്. ദെൻ അധ്യാപകൻ എന്നത് നമ്മുടെ നാ തിരിച്ചിട്ട ധായാണ് അവിടെയും ഉപയോഗിക്കേണ്ടത്. അധ്യാപകൻ. മുന്നേക്ക് രണ്ട് ധാ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഒറ്റ ധാ മതി. അതിന് നാ തിരിച്ചിട്ട ധായാണ് നമ്മൾ ഉപയോഗിക്കാറ്. അധ്യാപകൻ എന്നാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ ഇതൊന്നും ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഒന്ന് ഇത് നോക്കി എഴുതി തന്നെ വെച്ച് പഠിക്കുക. ദെൻ അനന്തിരവൻ എന്നത് തെറ്റാണ്. അനന്തിരവൻ എന്നത് തെറ്റാണ്. അനന്തരവനാണ്. അനന്തരാവകാശി എന്നൊക്കെയാണ് നമ്മൾ പറയുക. അനന്തരവൻ എന്നതാണ് ശരി. അനുഗ്രഹീതൻ എന്നത് തെറ്റാണ്. അനുഗ്രഹീതനാണ്. അനുഗ്രഹീതനുമാണ്. അനുഗ്രഹമാണ്. അനുഗ്രഹം എന്നത് ശരി തന്നെയാണ്. പക്ഷേ അനുഗ്രഹീതൻ എന്ന് പറയില്ല, അനുഗ്രഹീതൻ എന്നാണ് പറയുക. ദെൻ അപേക്ഷാ തീയതി. അപേക്ഷാ തീയതി എന്ന് പറയില്ല, അപേക്ഷ തീയതി എന്നാണ് പറയുക. അപേക്ഷ തീയതി എന്നാണ് പറയുക. ദെൻ അല്ലെങ്കിൽ എന്നത് തെറ്റാണ്. അല്ലെങ്കിലാണ്. അല്ലെങ്കിൽ എന്നത് തെറ്റാണ്. അല്ലെങ്കിൽ എന്നാണ്. ദെൻ അവധാനത എന്നത് തെറ്റാണ്. അവധാനം എന്ന് പറഞ്ഞാൽ മതി. അവധാനത എന്ന് പറയേണ്ട കാര്യമില്ല, അവധാനം എന്നത് പറഞ്ഞാൽ മതി. ദെൻ അസ്ഥികൂടം എന്നത് സാധാരണ തായല്ല ഉപയോഗിക്കുക. അസ്ഥികൂടം എന്നതിന് ധായാണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ ധായാണ്. അസ്ഥികൂടം എന്നതാണ് ശരിയായിട്ടുള്ളത്. ദെൻ അസന്നിഗ്ധം എന്നതിൽ അസന്നിഗ്ധം എന്നതിൽ നാ അല്ല, രണ്ട് ഉറപ്പിച്ച നാ അല്ല, ധ ആണ് ഉപയോഗിക്കുക. അസന്ദിഗ്ധം എന്നാണ്. ഉറപ്പിൻ്റെ അവസാനം രണ്ട് ധായും കൂടിച്ചേർന്ന ധായാണ് അവിടെ വരുന്നത്. അസന്ദിഗ്ധം എന്നതാണ് ശരി. അസന്നിഗ്ധം എന്നത് തെറ്റാണ്. അസന്ദിഗ്ധം എന്നതാണ് ശരി. ദെൻ അസ്ഥിവാരം എന്നത് തെറ്റാണ്. അസ്ഥി അവിടെ അസ്ഥിയുമായി ഒരു ബന്ധവുമില്ല, അസ്ഥിവാരമാണ്. അസ്ഥിവാരം പറഞ്ഞാൽ ആസ്തി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തറ ഇടുന്നതിനാണ് ഈ അസ്ഥിവാരം എന്ന് പറയുന്നത്. അവിടെ അസ്ഥി നമ്മുടെ എല്ലുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അസ്ഥിവാരം എന്നത് തെറ്റാണ്. സാധാരണ തായാണ് അവിടെ ഉപയോഗിക്കുക. അസ്ഥിവാരത്തിൽ സാധാരണ തായാണ് ഉപയോഗിക്കുക. ആണത്വം എന്നുള്ളത് തെറ്റാണ്. ആണത്വം എന്ന് നമ്മൾ പറയില്ല, ആണത്തമാണ്. ആണത്തം. നമുക്ക് മലയാളത്തിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകളിൽ നമ്മൾ തം എന്നാണ് ഉപയോഗിക്കുക. സംസ്കൃതത്തിൽ നിന്നുണ്ടായി വന്ന വാക്കുകളാണ് ത്വം എന്നത് ഉപയോഗിക്കുക. മാതൃത്വം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇവിടെ ആണത്തമാണ്. ആണത്തം. ദെൻ ആദ്യാവസാനം എന്നത് തെറ്റാണ്. ആദ്യാവസാനം എന്ന് മതി. ആദ്യാവസാനം എന്ന് വേണ്ട, ആദ്യാവസാനം എന്നത് മാത്രം മതി. ദെൻ ആധുനീകരിക്കുക എന്നത് തെറ്റാണ്. ആധുനീകരിക്കുക എന്നതിൽ എന്താ തെറ്റെന്ന് വെച്ചാൽ ആധുനികീകരിക്കുക എന്നത് വേണം ശരിയായിട്ട് എഴുതാൻ. ആധുനികീകരിക്കുക എന്നതാണ് ശരിയായിട്ടുള്ളത്. ദെൻ ആവർത്തി എന്നത് തെറ്റാണ്. ആവൃത്തിയാണ്. ആവർത്തി അല്ല, ആവൃത്തി. ആവർത്തിക്കുക എന്നതാണ് ക്രിയ. ആവർത്തിക്കുക എന്നതാണ് അവിടെ ക്രിയയായിട്ട് വരുന്നത്. പക്ഷേ ആവൃത്തി എന്നാണ് നമ്മൾ പറയുക. ദെൻ ആവർത്തിക്കുക. ആവർത്തിക്കുക എന്ന് പറയില്ല, ആവർത്തിക്കുക എന്നേ പറയൂ. അപ്പോൾ ആവർത്തി എന്നത് തെറ്റാണ്. ആവൃത്തി എന്നാണ് പറയുക. പക്ഷെ അത് ആവർത്തിക്കുക എന്ന് നമ്മൾ പറയില്ല, ആവർത്തിക്കുക എന്നാണ് പറയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. സൃഷ്ടി, സ്രഷ്ടാവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ദെൻ ആസ്വാദ്യകരം. ആസ്വാദ്യകരം എന്നത് തെറ്റാണ്. ആസ്വാദ്യം എന്നേ പറയൂ. ആസ്വാദ്യകരമാണ് എന്നൊന്നും പറയില്ല, ആസ്വാദ്യം എന്ന് മാത്രമേ പറയുള്ളൂ. ദെൻ ആഴ്ചപ്പതിപ്പ് എന്നതിൽ
ഉറപ്പിച്ച പ ആവശ്യമാണ്. ആഴ്ചപ്പതിപ്പ് എന്ന് ഉറപ്പിച്ച് തന്നെ പ എഴുതേണ്ടതുണ്ട്. ദെൻ ഇങ്ങനെ തെറ്റാണ്. ഇങ്ങനെ, നേരത്തെ നമ്മൾ അങ്ങിനെ എന്ന് പറഞ്ഞു, അങ്ങിനെ തെറ്റാണ്. അങ്ങനെ ആണ്. ഇവിടെ ഇങ്ങനെ തെറ്റാണ്. ഇങ്ങനെ ആണ് ശരി. ഉദ്ഘാടനം എന്നതിൽ സാധാരണ ത അല്ല ഉപയോഗിക്കുക, ധ ആണ് ഉപയോഗിക്കുക. ഉദ്ഘാടനം, ഉദ്ഘാടനം. ദെൻ എങ്ങനെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ തെറ്റാണ്. എങ്ങനെയാണ് വരിക. ഇങ്ങനെ, എങ്ങനെ, അങ്ങിനെ ഒക്കെ തെറ്റാണ്. അങ്ങനെ, ഇങ്ങനെ, എങ്ങനെ അങ്ങനെയാണ് ശരിയായിട്ടുള്ളത്. ദെൻ ഏകകണ്ഠേന എന്നത് തെറ്റാണ്. ഐകകണ്ഠേന അഥവാ ഏകകണ്ഠമായി എന്നാണ് പറയുക. ഏകകണ്ഠേന എന്നത് തെറ്റാണ്. ഐകകണ്ഠേന അഥവാ ഏകകണ്ഠമായി എന്നാണ് പറയുക. ഏകകണ്ഠേന എന്നും പറയില്ല, ഐകകണ്ഠ്യേന അഥവാ ഏകകണ്ഠമായി എന്ന് തന്നെയാണ് നമ്മൾ പറയുക. നമ്മൾ പൊതുവെ ഏകകണ്ഠ്യേന തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയും, അത് തെറ്റാണ്. ഐക്യകണ്ഠ്യേന അഥവാ ഏകകണ്ഠമായി, ഒന്നിച്ച് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ദെൻ ഐക്യമത്യം, ഐകമത്യമാണ്, ഐക്യമത്യമല്ല, ഐകമത്യം, ഐകമത്യം. ദെൻ ഐശ്ചികം എന്ന് തെറ്റാണ്. അവിടെ ഷായും ഛായും അല്ല വരേണ്ടത്, ഛായും ഛായുമാണ് വരേണ്ടത്. ഐച്ഛികം, ഐച്ഛികം. ദെൻ ഓരോന്ന് വീതം എന്നത് തെറ്റാണ്. ഒന്ന് വീതം അഥവാ ഓരോന്ന് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓരോന്ന് വീതം ഇരട്ടിപ്പ് വരികയാണ്, ഒരേ പ്രയോഗം ഇരട്ടിപ്പ് വരികയാണ്. അതുകൊണ്ട് ഒന്ന് വീതം അല്ലെങ്കിൽ ഓരോന്ന് എന്ന് പറഞ്ഞാൽ മതിയാവും. ദെൻ അടുത്തത് നോക്കാം. ഓരോ പുസ്തകങ്ങളും എന്നത് തെറ്റാണ്. ഓരോ പുസ്തകവും എന്ന് വേണം പറയാൻ. ഓരോ പുസ്തകങ്ങളും എന്നത് തെറ്റാണ്. ഓരോ പുസ്തകവും. ദെൻ കണ്ടുപിടുത്തം എന്നത് തെറ്റാണ്. എന്താണ്? കണ്ടുപിടുത്തം എന്നത് തെറ്റാണ്. കണ്ടുപിടിത്തമാണ്. പിടു അല്ല, പിടിത്തം ആണ് ശരി. ദെൻ കൈയക്ഷരം, കൈയക്ഷരം എന്നത് കൈയക്ഷരം എന്നാണ്. കൈ എന്ന് വരുന്നത് അവിടെ കൈയക്ഷരം എന്നല്ല, ഉറപ്പിച്ച യാ ഒന്നും ആവശ്യമില്ല, കൈയക്ഷരം എന്ന് മതി അവിടെ. ദെൻ ഐ ചിഹ്നം അവിടെ വരണം, കാട പുറകിൽ ഐ ചിഹ്നം വരണം, കൈയക്ഷരം എന്നതാണ് ശരി. ദെൻ കയ്യാമം എന്നത് തെറ്റാണ്. കൈയാമം എന്നാണ്, കൈയാമം എന്നാണ് ശരി. ദെൻ കയ്യെഴുത്ത് എന്നത് തെറ്റാണ്. കൈ എഴുത്ത് എന്നതാണ് ശരി. കയ്യെഴുത്ത് എന്നത് ശരിയല്ല, തെറ്റാണ്. കൈ എഴുത്താണ്. അവിടെയൊക്കെ കാട പുറകിൽ ഐ ചിഹ്നം വരണം, യാ ഉറപ്പിച്ചതാവേണ്ട കാര്യമില്ല. ദെൻ കവയത്രി തെറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കവയത്രി. കവയത്രി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം കവയിത്രിയാണ്. കവയിത്രി. കവിയുടെ വിപരീത പദം ഏതാണ് ചോദിച്ചിട്ട് നമുക്ക് പല ഓപ്ഷൻസ് തരും. അവിടെ ഉത്തരം വരിക കവയിത്രിയാണ്. കവയിത്രി. ദെൻ കളയിപ്പിക്കുക എന്നത് ആവശ്യമില്ല, കളയിക്കുക എന്നതേ വേണ്ടൂ. പിക്കുക എന്നത് വേണ്ട, കളയിക്കുക എന്നത് മതി. ദെൻ കാട്ടാളത്വം എന്നത് തെറ്റാണ്. കാട്ടാളത്തമാണ്, കാട്ടാളത്തം. ദെൻ കീഴ്ക്കോടതി എന്നുള്ളതിൽ കോടതിക്ക് ക ഉറപ്പിച്ച ക ആവശ്യമാണ്. അപ്പോൾ കീഴ്ക്കോടതി എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്, ഉറപ്പിച്ച ക വേണം. ദെൻ കുടിശിഖ എന്നതിൽ ഉറപ്പിച്ച ഷായും ഖായുമാണ്. സാധാരണ ഖായുമാണ് വരിക, ഖ അല്ല, ഖായാണ് വരിക. കുടിശിഖ. ദെൻ കുട്ടിത്വം തെറ്റാണ്. കുട്ടിത്തമാണ് ശരി, കുട്ടിത്തം. ദെൻ കൈച്ചിലവ് എന്നത് തെറ്റാണ്. ചിലവ് എന്നത് തെറ്റാണ്, ചെലവാണ്. കൈച്ചെലവ്, ഉറപ്പിച്ച ച അവിടെ ആവശ്യമാണ്. കൈച്ചെലവ്. ദെൻ കൃത്രിമം എന്നത് തെറ്റാണ്. കൃത്രിമം അല്ല, കൃത്രിമം. കൃത്രിമം അവിടെ ചിഹ്നമാണ് വരേണ്ടത്. കാട പുറകിൽ അല്ല വരേണ്ടത്, കൃ ആണ് വരേണ്ടത്. കൃത്രിമം. ദെൻ ഗൂഢാലോചനയുടെ മുറുക്കമുള്ള വേണം ഗൂഢാലോചന എന്നത് വരാൻ വേണ്ടിയിട്ട്. ദെൻ ചിലവല്ല, ചെലവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലവല്ല, ചെലവ്. ചുമന്ന എന്നത് തെറ്റാണ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചുമന്ന എന്ന് ഉപയോഗിക്കുക. പക്ഷേ ചുമന്ന എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചെമന്ന എന്നതാണ് ശരിയായ മലയാളം. ദെൻ ചുമര് എന്നത് തെറ്റാണ്. ചുവര്, വായാണ്, മാ അല്ല. നമ്മൾ പലപ്പോഴും കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചുമര് എന്നാണ് ഉപയോഗിക്കുക, പക്ഷേ തെറ്റാണ്. ചുവര് എന്നതാണ് ശരിയായിട്ടുള്ള മലയാള പദം. ദെൻ ചുമതലാബോധം എന്നത് തെറ്റാണ്. ചുമതലബോധം എന്ന് മതി, തലാബോധം എന്ന് വേണ്ട. ചുമതലാബോധം എന്നത് ആവശ്യമില്ല, ചുമതലബോധം എന്നതേ ആവശ്യമുള്ളൂ. ദെൻ ചെങ്ങാത്തം എന്നത് തെറ്റാണ്. ചങ്ങാത്തമാണ്. ചങ്ങാത്തം ആണ് ശരി, ചെങ്ങാത്തമല്ല, ചങ്ങാത്തം. ദെൻ ചെയ്യിപ്പിക്കുക എന്നത് തെറ്റാണ്. ചെയ്യിക്കുക എന്നത് മാത്രമേ ആവശ്യമുള്ളൂ, പിക്കുക ആവശ്യമില്ല. ചെയ്യിപ്പിക്കുക ആവശ്യമില്ല, ചെയ്യിക്കുക. ദെൻ ജഡം, ടായല്ല വരിക, ഡായാണ് വരിക, ജഡം. ദെൻ ജന്മിത്വം എന്നത് തെറ്റാണ്. ജന്മിത്തമാണ് ശരി, ജന്മിത്തം. കാടത്തം അതൊക്കെയാണ് അവിടെ. കുട്ടിത്തം അതൊക്കെയാണ് അവിടെ. തമാണ് വരിക, ഉറപ്പിച്ച ത. ദെൻ
തയ്യാർ, യാ ഉറപ്പിച്ച യാ വേണം. തയ്യാർ എന്നതാണ് ശരിയായിട്ടുള്ള പദം. ദെൻ തീപിടുത്തം എന്നതിൽ പ ഉറപ്പിച്ച പ ഉപയോഗിക്കണം. തീപിടുത്തം, തീപിടുത്തം എന്നത് വേണം ഉപയോഗിക്കാൻ. ദെൻ തീയതി, തീയതി എന്നതിൽ യാ ഉറപ്പിച്ച യാ എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ഉറപ്പിച്ച യാ എഴുതണമെങ്കിൽ തീയതി, തീയതി എന്ന് വേണം. തീയതി എന്ന് മതി. താടെ മുകളിൽ തീ എന്ന് വരികയാണെങ്കിൽ ഉറപ്പിച്ച യാ ആവശ്യമില്ല. നേരെ മറിച്ച് തീ എന്ന് മാത്രമേ വരണമെങ്കിൽ ഉറപ്പിച്ച യാ ആവശ്യമാണ്. തീയതി എന്നത് വേണം ശരിയായിട്ട് എഴുതാൻ. അപ്പോൾ ഉറപ്പിച്ച യാ വരുന്നുണ്ടെങ്കിൽ അവിടെ ഈ എന്ന ചിഹ്നം ആവശ്യമില്ല. ദെൻ തെരഞ്ഞെടുപ്പല്ല, തിരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് എന്നത് തെറ്റാണ്. തിരഞ്ഞെടുപ്പാണ് ശരിയായിട്ട് വരിക. ദെൻ ദിനപത്രം, ദിനപത്രം എന്ന് എഴുതുമ്പോൾ പ ഉറപ്പിച്ച പ എഴുതേണ്ട ആവശ്യം ഇല്ല. ദെൻ ദിനപത്രം മാത്രം മതി. പ സാധാരണ പ, ഒരൊറ്റ പ മാത്രം ആവശ്യമുള്ളൂ. ദെൻ ദിവസേന എന്ന് എഴുതുമ്പോൾ, ദിവസേന എന്ന് എഴുതുമ്പോൾ ഉറപ്പിച്ച സ ആവശ്യമില്ല. 2 സ അവിടെ ആവശ്യമില്ല. ദെൻ ദൈന്യത എന്ന വാക്കില്ല, അത് തെറ്റാണ്. ദൈന്യത നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ദൈന്യത എന്നൊരു വാക്ക്, അങ്ങനെ ഒരു വാക്കില്ല. ദൈന്യം എന്ന് മാത്രമേ ഉള്ളൂ വാക്ക്, ദൈന്യം. ദെൻ ദ്വിഭാര്യത്വം, ദ്വിഭാര്യത്വം എന്നുള്ളത് ദ്വിഭാര്യത്വം എന്നതാണ് ശരി. ദ്വിഭാര്യാത്വം എന്ന് പറയില്ല. ദ്വിഭാര്യാത്വം എന്നും പറയില്ല. അവിടെ ആ ചിഹ്നം ആവശ്യമില്ല. ദ്വിഭാര്യാത്വം എന്ന് വേണ്ട, ദ്വിഭാര്യത്വം എന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ നിവർത്തി എന്നത് തെറ്റാണ്. നിവർത്തി തെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആവർത്തി, ആവർത്തിയല്ല ആവൃത്തിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നിവർത്തിയല്ല നിവൃത്തി. പക്ഷേ നിവർത്തിക്കുക എന്നാണ് പറയുക, നിവർത്തിക്കുക നമ്മൾ പറയില്ല. ആവർത്തിക്കുക എന്ന് നമ്മൾ പറയില്ല, ആവർത്തിക്കുക എന്നേ പറയുള്ളൂ. നിവർത്തിക്കുക എന്നാണ് പറയുക. ദെൻ നിവർത്തിക്കുക, നിവർത്തിക്കുക തെറ്റാണ്. നിവർത്തിക്കുക എന്നതാണ് ശരിയായിട്ട് വരിക. ദെൻ പണ്ടുകാലം എന്ന് നമ്മൾ പറയില്ല. പണ്ടുകാലം നമ്മൾ പലപ്പോഴും പണ്ടുകാലത്ത് എന്നൊക്കെ നമ്മൾ കഥയൊക്കെ പറയും. പണ്ട് കാലത്ത് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയില്ല. പണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. ദെൻ അടുത്തത് നോക്കാം. പരിതസ്ഥിതി, പരിതം സ്ഥിതി എന്നാണ് ശരിക്കുള്ള വാക്ക്. താ കഴിഞ്ഞാൽ 2 കുത്ത് വേണം. പരിതസ്ഥിതി എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ പിന്നോക്കം, പിന്നോക്കം എന്ന് പറയില്ല. പിന്നോക്കമല്ല, പിന്നാക്കമാണ്, പിന്നാക്കം. ദെൻ പുനഃപരിശോധന, അവിടെ പ ഉറപ്പിച്ച പ ആവശ്യമില്ല. പുനഃപരിശോധന എന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ പ്രവർത്തിക്കുക, പ്രവൃത്തി, പ്രവൃത്തിയാണ് ശരി. പ്രവർത്തിയല്ല ശരി, പ്രവൃത്തിയാണ് ശരി. പക്ഷേ വാക്യം വരുമ്പോൾ, ക്രിയ വരുമ്പോൾ എന്താണ്? പ്രവർത്തിക്കുക എന്നതാണ് വരിക. പ്രവൃത്തി അവിടെ എന്താണ്? നാമം മാത്രമാണ്. പ്രവൃത്തി എന്നതാണ് നാമം, നാമത്തിൽ ശരിയായിട്ടുള്ളത്. പക്ഷേ ക്രിയ വരുമ്പോൾ പ്രവർത്തിക്കുക എന്നതാണ് ശരി. പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറയില്ല. നേരത്തെ നമ്മൾ ആവർത്തിക്കുകയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ നിവർത്തിക്കുക എന്നൊക്കെ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാണ്. നിവർത്തിക്കുക എന്ന് നമ്മൾ പറയില്ല, നിവർത്തിക്കുക എന്നേ പറയുള്ളൂ. നിവൃത്തി എന്നേ പറയുള്ളൂ, നിവർത്തി എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ പ്രാരാബ്ധം എന്ന് പറയില്ല, പ്രാരബ്ധം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രാരാബ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല. ദെൻ പ്രാരബ്ധം എന്നതാണ് ശരി. ദെൻ പ്രസ്താവന എന്നതിൽ സാധാരണ ത ഉപയോഗിച്ചാൽ മതി. പ്രസ്താവന സാധാ ത ഉപയോഗിച്ചാൽ മതി. ദെൻ പ്രാസംഗികൻ, പ്രാസംഗികൻ തെറ്റാണ്. പ്രസംഗകൻ ആണ് ശരി. പ്രാസംഗികൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പ്രാസംഗികൻ ശ്രദ്ധിച്ചു വയ്ക്കുക. പ്രസംഗകനാണ് ശരിയായിട്ടുള്ള പദം. ദെൻ ബഹുഭാര്യാത്വം എന്ന് പറയില്ല, ബഹുഭാര്യത്വം എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ബഹുഭാര്യത്വം എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ദെൻ മനസാക്ഷി, മനസാക്ഷിക്ക് ഉറപ്പിച്ച സ ആവശ്യമില്ല. ഉറപ്പിച്ച സ എഴുതുകയാണെങ്കിൽ മനം എന്നുള്ളത് ആവശ്യമില്ല. മനസാക്ഷി ന മാത്രം മതി. ന കഴിഞ്ഞ് 2 കുത്തിടുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ഉറപ്പിച്ച സ ആവശ്യമില്ല. ദെൻ മുഖാന്തിരം എന്ന് നമ്മൾ പറയില്ല, മുഖാന്തരം എന്നാണ് പറയുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. മുഖാന്തരമാണ് ശരി, മുഖാന്തിരമല്ല ശരി. ദെൻ മുതലാളിത്വം എന്നത് തെറ്റാണ്. മുതലാളിത്തം ആണ് ശരി. നമ്മൾ നേരത്തെ അടിമത്വം, കാടത്വം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ തെറ്റാണ്. എന്താണ്? അടിമത്തമാണ്, കാടത്തമാണ്, ആണത്തമാണ്. അതുപോലെ തന്നെയാണ് മുതലാളിത്തം. ദെൻ മുന്നോക്കം തെറ്റാണ്. നമ്മൾ നേരത്തെ പിന്നോക്കം പറഞ്ഞു, പിന്നോക്കം തെറ്റാണ്, പിന്നാക്കമാണ്. ദെൻ മുന്നോക്കം തെറ്റാണ്, മുന്നാക്കം ആണ് ശരി. ദെൻ യഥാകാലത്ത്, യഥാകാലത്തല്ല യഥാകാലം എന്നേ ആവശ്യമുള്ളൂ. യഥാകാലത്ത് എന്ന് നമ്മൾ പറയില്ല.
യാദൃശ്ചികം തെറ്റാണ്. യാദൃശ്ചികത്തിൽ ഷായും ഛായുമല്ല നമ്മൾ എഴുതേണ്ടത്, ഛായും ഛായുമാണ് എഴുതേണ്ടത്. അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ രക്ഷകർത്താവ് എന്നത് തെറ്റാണ്. രക്ഷാകർത്താവാണ് നമ്മൾ പലപ്പോഴും എഴുതാറുള്ളത്. രക്ഷകർത്താവ്, ഇന്നയാളുടെ രക്ഷകർത്താവാണ് ഞാൻ എന്നൊക്കെ നമ്മൾ പറയും. അത് തെറ്റാണ്. എന്താണ്? രക്ഷാകർത്താവാണ്, രക്ഷാകർത്താവ്. ദെൻ രാഷ്ട്രീയപരമായ എന്ന് പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായ എന്നത് മാത്രമേ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. രാഷ്ട്രീയപരമായ എന്നത് പറയേണ്ട കാര്യമില്ല. ദെൻ വളർച്ചാ നിരക്ക് തെറ്റാണ്. വളർച്ച നിരക്കാണ് ആവശ്യം. വളർച്ചാ നിരക്ക് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. വളർച്ച നിരക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദെൻ വിഡ്ഢിത്തം. വിഡ്ഢിത്തം എന്ന് എഴുതുമ്പോൾ 2 ഡ ഒരേപോലത്തെ ഡ അല്ല അവിടെ വരുന്നത്. ഒരു ഡ സാധാരണ സാം തിരിച്ചിട്ട ഡായും പിന്നെ ഒന്ന് മുറുക്കമുള്ള സാ തിരിച്ചിട്ട ഡായുമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വിഡ്ഢിത്തം എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. വിഡ്ഢിത്വമല്ല, വിഡ്ഢിത്തമാണ്. അപ്പോൾ ത്വം എന്ന് വരില്ല, തമാണ് വരിക. ആണത്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ത്വം വരില്ല, തമാണ് വരിക. പക്ഷെ മാതൃത്വം, പിതൃത്വം എന്നൊക്കെ ഉള്ളതിൽ ത്വമാണ് വരിക. അതൊക്കെ സംസ്കൃത പദങ്ങളാണ്. അതൊക്കെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം. ദെൻ വിദ്യുശക്തി. വിദ്യുശക്തി എന്ന് നമ്മൾ പറയില്ല, വിദ്യുത് ശക്തി എന്നാണ് പറയുക. അവിടെ ചായും ചായുമാണ് വരിക. ഷായും ചായും അല്ല, വിദ്യുത് ശക്തി എന്നാണ് പറയുക. ദെൻ ശുപാർശ. നമ്മൾ പറയാറുണ്ട് ശുപാർശ എന്ന്, പക്ഷേ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ PSCയുടെ ആൻസർ കീ ഒക്കെ വരുമ്പോൾ ശിപാർശയാണ് ശരിയായിട്ടുള്ളത്. രണ്ടും ശരിയാണ്. നമ്മൾ കൊളോക്കിയലി ഉപയോഗിച്ച് ഇപ്പോൾ ശിപാർശയും ശുപാർശയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ശിപാർശ എന്നുള്ളതാണ് PSCയുടെ ആൻസർ കീയിലൊക്കെ നമുക്ക് ആൻസറായിട്ട് തരാറുള്ളത്. അപ്പോൾ ശിപാർശയാണ് ശരിയായിട്ടുള്ളത്. ദെൻ ശൃംഖല എന്നുള്ളതിൽ രഘുവിൻ്റെ ഖായല്ല, നമ്മൾ രേഖയുടെ ഖായാണ് ഉപയോഗിക്കാറ്. അന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ശൃംഖല, ശൃംഖല. ദെൻ നഖം എന്നുള്ളതിൻ്റെ ഖായാണ് നമ്മളവിടെ ഉപയോഗിക്കാറ്, ശൃംഖല എന്നുള്ളതിന്. ദെൻ സത്യാഗ്രഹം തെറ്റാണ്. സത്യഗ്രഹമാണ് ശരി. സത്യാഗ്രഹം തെറ്റാണ്. സത്യഗ്രഹം. സദാകാലവും തെറ്റാണ്. ഒന്നുമില്ലെങ്കിൽ സദാ എന്ന് ഉപയോഗിച്ചാൽ മതി, അഥവാ എക്കാലവും എന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ സദാ എന്നോ അഥവാ എക്കാലവും. അവൻ സദാ ഇങ്ങനെയാണ്, സദാകാലവും ഇങ്ങനെയാണെന്ന് പറയേണ്ട, സദാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എക്കാലത്തും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രേ പറയേണ്ട കാര്യമുള്ളൂ. എക്കാലവും അഥവാ സദാ, ഈ രണ്ടിൽ ഏതെങ്കിലും നമുക്കവിടെ ഉപയോഗിക്കാം. ദെൻ സർവ്വതോന്മുഖം. സർവ്വതോന്മുഖം എന്നുള്ളതിന് ഉന്മുഖം എന്നത് ആവശ്യമില്ല. അവിടെ മുഖം എന്ന്, സർവ്വതോമുഖം എന്ന് മാത്രമേ ആവശ്യമുള്ളൂ. സർവ്വതോന്മുഖം എന്ന് പറയില്ല, സർവ്വതോമുഖം എന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ സാൻമാർഗിക മാർഗം. സാൻമാർഗിക മാർഗം എന്നുള്ളതിൽ സാൻമാർഗികം എന്നത് മതി. സാൻമാർഗിക പരം മാർഗമല്ല കേട്ടോ, സോറി. സാൻമാർഗിക പരം എന്നത് തെറ്റാണ്. പരം എന്നുള്ളത് ആവശ്യമില്ല, സാൻമാർഗികം എന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ സാമുദായിക പരം തെറ്റാണ്. സാമുദായികം അത്ര മതി, സാമുദായികം അത്ര മതി. ദെൻ സാമൂഹിക പരമായ, സാമൂഹികമായ മതി. സാമൂഹിക പരമായ വേണ്ട, സാമൂഹികമായ എന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ സാമ്രാട്ട്. സാമ്രാട്ട് തെറ്റാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുകയാണ് സാമ്രാട്ട്. നമ്മൾ ഈ സീരിയലുകളിലും അതിലും ഇതിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സാമ്രാട്ട് തെറ്റാണ്. സമ്രാട്ടാണ്, സമ്രാട്ട്. ദെൻ സാമ്പത്തികപരമായ തെറ്റാണ്. സാമ്പത്തികമായ നമ്മൾ നേരത്തെ പറഞ്ഞു. സാമുദായിക പരമായ ഒന്നും ആവശ്യമില്ല, സാമൂഹിക പരമായ, അവിടെ ഒന്നും പരം വേണ്ട. സാമ്പത്തികമായ, സാമുദായികമായ എന്നൊക്കെ ആവശ്യമുള്ളൂ. ദെൻ സൃഷ്ടാവ് തെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളടുത്ത്, സൃഷ്ടാവ് തെറ്റാണ്, സ്രഷ്ടാവാണ്. പക്ഷേ സൃഷ്ടി ശരിയാണ്. സൃഷ്ടി എന്നത് ശരിയാണ്. സ്രഷ്ടി അല്ല വരിക, സൃഷ്ടിയാണ് വരിക. പക്ഷേ ഇവിടെ സൃഷ്ടാവ് തെറ്റാണ്, സ്രഷ്ടാവാണ് ശരി. ദെൻ സ്വതവേ. സ്വതവേ അല്ല, സ്വതേ എന്ന് പറഞ്ഞാൽ മതി. സ്വതവേ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു തെറ്റായ പദമാണ് ഈ സ്വതവേ. സ്വതേ ആണ് ശരിയായിട്ടുള്ളത്. ദെൻ ഹാർദവം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു തെറ്റായിട്ടുള്ള പദമാണ് ഹാർദവം. ഹാർദവം തെറ്റാണ്. ഹാർദം മതി, ഹാർദം മതി. ഹാർദവം ആവശ്യമില്ല, ഹാർദം മതി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലയാളത്തിലെ തെറ്റും ശരിയും എന്ന ഭാഗത്തിൽ, അഥവാ വാക്യശുദ്ധി എന്ന ഭാഗത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. വളരെ വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ അതിലൊരു തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് തന്നെ നിങ്ങൾ എഴുതി തന്നെ നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. 1 മാർക്ക്, ഓരോ മാർക്കും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1 മാർക്ക് നമുക്ക് ഇവിടുന്ന് ഉറപ്പായിട്ടും കിട്ടുന്നൊരു പോർഷനാണിത്. ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.